السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിതന്മാർ ജംഉം ഖസ്റും പാർട്ട് 16 പിന്തിച്ച് ജംആക്കാനുള്ള നിബന്ധനകളാണ് ഇനി പറയാനുള്ളത്. വശുരിത ലിത്തഖീരി അംറാനി ഫഖത്ത്, പിന്തിച്ച് ജംആക്കുന്നതിന് രണ്ടു കാര്യം മാത്രം ഷർത്താണ്. ഒന്ന് ദവാമു സഫരിഹി ഇലാ തമാമിഹിമ, രണ്ട് നമസ്കാരവും പൂർണ്ണമാവുന്നത് വരെ യാത്ര നിലനിൽക്കുക. വസാനിയത്തുഹുമ, രണ്ടാമത്തെ നിബന്ധന കൗനു തഖീരി ബിനിയത്തിൽ ജംഇ ഫി വഖ്തിൽ ഊല, ഈ ജംആക്കല് ജംഇനെ കരുതി കൊണ്ടാകണം ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്തിൽ. ലാ ഖബ്ലഹു, ആ ഒന്നാം നമസ്കാരത്തിന്റെ സമയമാവുന്നതിന്റെ മുമ്പ് കരുതിയാൽ പറ്റുകയില്ല. ഏതുപോലെ തന്നെ കമാലൗ നവ ഫി അവ്വലി സഫരി അന്നഹു യജ്മഉ കുല്ല യൗമിൻ, എല്ലാ ദിവസവും ജംആക്കും എന്ന് യാത്രയുടെ ആരംഭത്തിൽ തന്നെ ഒരാൾ കരുതിയാൽ അതുപോരാ. എന്നതുപോലെ സമയമാവുന്നതിന്റെ മുമ്പ്, ഒന്നാം നമസ്കാരത്തിന്റെ സമയമാവുന്നതിന്റെ മുമ്പ് കരുതിയാൽ പോരാ. ഖിലാഫൻ ലിഹ്തിമാലിൻ ഫീഹി ലിവാലിദി റൂയാനി, ഇമാം റൂയാനി തങ്ങളുടെ വാലിദിന് ഈ വിഷയത്തിൽ ഒരു ഇഹ്തിമാലുണ്ട്, ഒരു സാധ്യത നിലക്കുള്ള ഒരു പ്രയോഗമുണ്ട്, പറ്റുമെന്ന നിലക്ക്. അതിനെതിരുകൊണ്ട് വഖ്തിന്റെ മുമ്പ് പറ്റും എന്ന ഒരു ഇഹ്തിമാൽ, ഒരു അഭിപ്രായം. വദാലിക, ഇങ്ങനെ ജംഇനെ കരുതണം എന്ന് പറയാൻ കാരണം ഐ വുജൂബു കൗനി തഖീരി ബിന്നിയ്യത്ത്, ഇങ്ങനെ പിന്തിക്കൽ നീയത്ത് കൊണ്ട് ആവൽ നിർബന്ധമാണെന്ന് പറഞ്ഞത് ലി യതമയ്യസ, ഈ ഹലാലാക്കപ്പെട്ട പിന്തിക്കൽ വേർതിരിയാൻ വേണ്ടിയാണ്. അനി തഖീരിൽ മുഹറം, ഹറാമാക്കപ്പെട്ട പിന്തിക്കലിനെ തൊട്ട്. ഹറാമാക്കപ്പെട്ട പിന്തിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നും കരുതാതെ അങ്ങനെ പിന്തിച്ചു. വെറും പിന്തിക്കാന്ന് മാത്രം കരുതിയോണ്ട് കാര്യമില്ല, ജംആക്കാൻ വേണ്ടി പിന്തിക്കാൻ തന്നെ കരുതണം. അപ്പൊ കേവലം ഒരു പിന്തിക്കുക എന്നുള്ള ആ ഒരു വിഷയം ഹറാമാണ്. അതിനെ തൊട്ട് ഇത് വേർതിരിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹലാലായ പിന്തിക്കലാണ് എന്ന് വരണം. അതിനു വേണ്ടിയാണ് പിന്തിക്കൽ നീയത്ത് കൊണ്ടാവണം എന്ന് പറയൽ. നിയത്ത് കൊണ്ടാവണം പിന്തിക്കൽ, അത് വുജൂബാണെന്ന് പറയാനുള്ള കാരണം. തുഹ്ഫ 2,399, ഷറഹുൽ മൻഹജ് 1,612, 613, ഷറഹുൽ വാഫദിൽ 2,52, 53. പിന്തിക്കൽ ജംഇനെ കരുതി കൊണ്ടാകണം. കൗനു തഖീരി ബിനിയത്തിൽ ജംഇ എന്നാണല്ലോ പറഞ്ഞത്. വയൂഖദു മിൻ ഖൗലിഹി അൽ ജംഇ, അതായത് ഇളാഫത്തിൻ നിയ്യത്തിൽ ജംഇ, ഇവിടെ നീയത്തിനെ ജംഇലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടാ പറഞ്ഞത്. നീയത്തിൽ ജംഇ, ജംഇനെ കരുതി കൊണ്ടാവണം
എന്ന് പറഞ്ഞതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും. അന്നഹു ലാ ബുദ്ദ മിൻ നിയ്യത്തി ഈഖാഇഹാ ഫി വഖ്തി സാനിയത്തി. ഇവിടെ കൂടാണ്ട് കഴിയൂല ഈ നമസ്കാരത്തിനെ സംഭവിപ്പിക്കലിനെ കരുതലിനെ തൊട്ട് ഫി വഖ്തി സാനിയത്തി രണ്ടാമത്തെ വക്തിൽ സംഭവിപ്പിക്കലിനെ കരുതലിനെ തൊട്ട് കൂടാണ്ട് കഴിയൂല. ഫലൗ നവത് തഖീറ. അപ്പൊ ഒരാള് പിന്തിക്കലിനെ കരുതി ലാ ഗൈറു ജംഇന് വേണ്ടി പിന്തിക്കാണ്, ജംആക്കാൻ വേണ്ടി പിന്തിക്കാണ് എന്നൊന്നും കരുതില്ല, വെറും പിന്തിക്കാന്ന് കരുതി. എന്നാ അസ അവൻ തെറ്റുകാരനാണ്, കുറ്റക്കാരനാണ്. കാരണം അന്ന മുത്തലക്ക തഖീരി സാദിഖുൻ ബി തഖീരിൽ മുംതനിഅ. വെറും പിന്തിക്ക എന്നുള്ളത് അത് പാടില്ലാത്ത പിന്തിക്കലിനും പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പിന്തിക്കുന്നത് എന്തിനു വേണ്ടി, അത് ജംആക്കാൻ വേണ്ടി എന്ന് പ്രത്യേകം കരുതണം. മാത്രമല്ല അങ്ങനെ വെറും പിന്തിക്ക എന്ന് മാത്രം കരുതിയാൽ വസാറത്തിൽ ഊല ഖളാഅൻ, ഒന്നാമത്തേത് ഖളാഉമായി, ഒന്നാമത്തെ നമസ്കാരം ഇവിടെ ഖളാഉം ആയി തീരും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തുഹ്ഫ ഷർവാനി സഹിതം 2,399. അപ്പൊ വെറും ആ നിസ്കാരത്തെ സംഭവിക്കലിനെ രണ്ടാമത്തെ വക്തിൽ സംഭവിപ്പിക്കലിനെ കരുതണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തെന്നെ കരുതണം? ബിഅൻ യഖൂല, ഓൻ നിയ്യത്തിൽ കൊണ്ടുവരണം നവൈതു തഖീറൽ ഊല ബി അഫ്അലഹാ ഫി വഖ്തി സാനിയത്തി. ഒന്നാം നമസ്കാരത്തിനെ പിന്തിക്കലിനെ ഞാൻ കരുതി അതിനെ രണ്ടാമത്തെ നമസ്കാരത്തിന്റെ വക്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഓൻ നിയ്യത്തിൽ കൊണ്ടുവരണം എന്നാണ്. ഫഇല്ലം യഅതി ബിമാ ദുക്കിറ, രണ്ടാമത്തെ നമസ്കാരത്തിനെ കൊണ്ടുവരാൻ വേണ്ടി എന്ന ആ ഒരു കാര്യം നിയ്യത്തിൽ ഉണ്ടായില്ലെങ്കിലോ കാന ലഗ്വൻ, ഓന്റെ ആ നിയ്യത്ത് ലഗ്വാണ്, പാഴായിപ്പോയ നിയ്യത്താണ്. ആ നിയ്യത്ത് കൊണ്ടൊരു ഫലവുമില്ല. അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. വൈദാ അഖറൽ ഊല, ഇനി ഈ ഒന്നാമത്തെ നമസ്കാരത്തിന്റെ സമയത്തിൽ ജംഇനെ കരുതണം. എന്നാലാണ് ആ നമസ്കാരം അദാ ആയിട്ട് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ഖളാ ആകും. ഇവിടെ എപ്പോൾ കരുതിയാലാണ് ഒന്നാം നമസ്കാരത്തിന്റെ വഖ്തിൽ നിന്ന് ആ നമസ്കാരത്തിൽ നിന്ന് ഒരു റക്അത്തെങ്കിലും നമസ്കരിക്കാൻ പര്യാപ്തമായ ഒരു സമയം അവശേഷിക്കുന്ന സമയത്താണ് ഇതിനെ രണ്ടാമത്തെ നമസ്കാരത്തിലേക്ക് ജംആക്കലിനെ കരുതിയതെങ്കിൽ ആ നമസ്കാരം അദാ ആയിട്ട് അവനക്ക് നിർവഹിക്കാൻ പറ്റും. രണ്ടാം നമസ്കാരത്തിന്റെ സമയത്ത് ജംആക്കിയല്ലോ. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് അതാണ് പ്രബലമാക്കിയിട്ടുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങൾ ഈ ഒന്നാം നമസ്കാരം ജംആക്കുമ്പോ അത് അദാ ആയി നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒന്നാം നമസ്കാരം പൂർണ്ണമായും നമസ്കരിക്കാൻ വിശാലമായ ഒരു സമയം ഉള്ളപ്പോൾ അവൻ അതിനെ ജംആക്കലിനെ കരുതിയെങ്കിലേ അവനക്കത് അദാ ആയിട്ട് നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. നേരെ മറിച്ച് മുഴുവൻ റക്അത്തുകളും നിർവഹിക്കാൻ പര്യാപ്തമായ ഒരു സമയം ഇല്ല, അതിനേക്കാൾ കുറവേ ഉള്ളൂ എങ്കിൽ ആ നമസ്കാരം ഖളാ ആയി എന്നാണ്. ഇബ്നു ഹജർ തങ്ങളും റംലി തങ്ങളും ഈ വിഷയത്തിലുള്ള വ്യത്യാസമാണത്. അതോടൊപ്പം ഒരു റക്അത്ത് മാത്രം അവശേഷിക്കുന്ന അത്രയും സമയമുള്ളപ്പോൾ ആണ് ഇവൻ പിന്തിച്ച് ജംആക്കാൻ കരുതിയത് എങ്കിൽ ഇബ്നു ഹജർ തങ്ങളുടെ വീക്ഷണം അനുസരിച്ച് അദാ ആണെങ്കിൽ പോലും ഇത്രയും സമയം വരെ അവൻ നമസ്കാരത്തെ പിന്തിച്ചല്ലോ, ബാക്കി ഒരു റക്അത്ത് മാത്രം വഖ്തിൽ കിട്ടുന്നു, ബാക്കി 3 റക്അത്തും വഖ്തിന്റെ പുറത്തേക്ക് പോകുന്നു
എന്ന അത്രയും സമയം വരെ അവൻ പിന്തിച്ചു എന്നുള്ള നിലക്ക് അവൻ കുറ്റക്കാരനാവുകയും ചെയ്യും. ഇതാണ് ഇബ്നു ഹജർ തങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. വഫീമ തുഹ്ഫന്റെ ഇബാറത്ത് അതുപോലെ ശറഹുൽ മന്നജിന്റെ ഒക്കെ ഇബാറത്ത് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. തുഹ്ഫയോട് ഈ ഒരു റക്അത്ത് അവശേഷിക്കുമ്പോൾ ജംആക്കലിനെ കരുതിയാലും അതാ ആയിട്ട് ലഭിക്കും എന്ന് പറഞ്ഞതിനോട് ബഹുമാനപ്പെട്ട സക്കറുൽ അൻസാരി തങ്ങൾ ശറഹുൽ മന്നജിൽ യോജിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശറഹുൽ മന്നജിന്റെ ഉദ്ധരണി ഉള്ളത് ഒന്നാം നമസ്കാരത്തിന്റെ വക്തിൽ ജമ്മിനെ കരുതണം മാ ബഖിയ ഖദ്റു റക്അത്തിൻ, ഒരു റക്അത്തെങ്കിലും അവശേഷിക്കുന്ന സമയത്ത്, തമീസൻ ലഹു അനി തഖീരി തഅദ്ദിയൻ, അക്രമപരമായിട്ടാണ് ഇതിനെ പിന്തിക്കുന്നത് എന്നതിനെ തൊട്ട് ഇതൊന്ന് വേർതിരിയാൻ വേണ്ടിയിട്ട്. വലാഹിറുൻ അന്നഹു ലൗ അഖറൻ നിയ്യത, വ്യക്തമാണ് ഓൻ നിയ്യത്തിനെ പിന്തിച്ചു ഇലാ വഖ്തിൻ ലാ യസഉൽ ഊല, ഒന്നാം നമസ്കാരം പൂർണ്ണമായും നിർവഹിക്കാൻ വിശാലമായ ഒരു സമയത്തിലേക്ക്, വിശാലം ഇല്ലാത്ത ഒന്നാം നമസ്കാരം പൂർണ്ണമായും നിർവഹിക്കാൻ വിശാലത ഇല്ലാത്ത ഒരു സമയത്തിലേക്ക് നിയ്യത്തിനെ പിന്തിച്ചാൽ അസാവൻ കുറ്റക്കാരനാണ്. ഇവയിൻ വഖഅത്ത് അദാഅൻ, അത് അദാ ആയിട്ടാണ് സംഭവിച്ചതെങ്കിൽ പോലും ഓൻ കുറ്റക്കാരനാണ്. ശറഹുൽ മന്നജ് 1/612 613. ഇതേ വിഷയം ഇല്ല ഐവ ഇല്ലം എൻവി അസ്ലൻ, അവൻ തീരെ കരുതിയില്ല. ഔ നവ, അതല്ലെങ്കിൽ ഓൻ പിന്തിച്ച് ജംആക്കലിനെ കരുതി എത്രത്തിൽ വഖദ് ബഖിയ മിൻ വഖ്തിൽ ഊല, ഒന്നാം നമസ്കാരത്തിന്റെ വഖ്തിൽ നിന്ന് അവശേഷിച്ചിട്ടുണ്ട് മാ ഒരു വഖ്ത്, ലാ യസഉഹ, ആ വഖ്ത് ഈ നമസ്കാരത്തിന് വിശാലമാവൂല എന്ന് പറഞ്ഞാൽ ജമീഅഹ, ആ നമസ്കാരം മുഴുവത്തിനും വിശാലമാവുകയില്ല. ആ നിലക്കാണ് ഓം കരുതിയതെങ്കിൽ ഫയഅസി, അവൻ കുറ്റക്കാരനാണ്. ലി അന്ന തഖീറ ഇന്നമാ ജാസ അൻ അവ്വലിൽ വഖ്തി, കാരണം അവ്വലു വഖ്തിനെ തൊട്ട് ഒരു നമസ്കാരത്തിനെ പിന്തിക്കൽ ജായിസാവല് ബിശറത്തിൽ അസ്മി അലൽ ഫിഅലി, അത് ചെയ്യലിന്റെ മേൽ അവൻ തീരുമാനം എടുക്കണം എന്നൊരു ഷർത്തുണ്ട്. ഈ നമസ്കാരം മുഴുവനും ഖളാ ആവുന്നതിന്റെ മുമ്പായിട്ട്, മുഴുവനും വഖ്തിൽ കിട്ടുന്നതിന്റെ മുമ്പ് ഞാൻ ചെയ്യും എന്നൊരു തീരുമാനത്തിലേ പിന്തിക്കാൻ പാടുള്ളൂ. അപ്പൊ കാനന്തിഫാഉൽ അസ്മി, അപ്പൊ അങ്ങനെ ഒരു അസ്മ്, ഒരു തീരുമാനം ഇല്ലാതെയാകൽ കന്തിഫായിൽ ഫീലി, ചെയ്യൽ ഇല്ലാത്തതുപോലെ തന്നെയാണ്. വജൂദുഹു കവജൂദിഹി, ആ ഒരു തീരുമാനം ഉണ്ടാവൽ ചെയ്യൽ ഉള്ളതുപോലെ തന്നെയാണ്. 2 399 400 ശറഹുൽ മന്നജ് 1/613. വമാ ദക്കർതുഹു, പറയാണ് ഞാൻ പറഞ്ഞ കാര്യം, മിൻ അന്ന ഷർത്ത അദമുൽ ഇസ്യാൻ, കുറ്റക്കാരൻ ആവാതിരിക്കാനുള്ള നിബന്ധന വുജൂദു നിയ്യത്തി, നിയ്യത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. എത്രത്തിൽ വഖദ് ബഖിയ മാ യസഉ സ്വലാത്ത, നമസ്കാരം മുഴുവത്തിനും വിശാലമായ സമയം അവശേഷിക്കുന്ന അവസ്ഥയിൽ നിയ്യത്ത് ഉണ്ടാവണം. ഇതാണ് കുറ്റക്കാരനാകാതിരിക്കാനുള്ള ഷർത്ത്. എന്നാ വ ഷർത്തൽ അദാഇ, നിസ്കാരം അദാ ആണ് എന്ന് പറയാനുള്ള ഷർത്ത് വുജൂദുഹ, ആ നിയ്യത്ത് ഉണ്ടായാൽ മതി. എത്രത്തിൽ വഖദ് ബഖിയ മാ യസഉ റക്അത്തൻ, ഒരു റക്അത്തിന് വിശാലമായ സമയം അവശേഷിക്കുമ്പോൾ നിയ്യത്ത് ഉണ്ടായാൽ മതി എന്നുള്ളതും ഹുവൽ മുഅ്തമദു, അതാണ് പ്രബലമായിട്ടുള്ളത് എന്ന് തുഹഫ 2/400 പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട റംലിമാൻ പറയുന്നത് അൽ മുഅ്തമദു അന്നഹു ലാ ബുദ്ദ അൻ തകൂന നിയ്യത്തുൽ ജംഇ ഖബ്ല ഖുറൂജിൽ വഖ്തി ബിസമനിൻ യസഉ ജമീഅ സ്വലാത്തി, പ്രബലമായിട്ടുള്ളത് ജംഇനെ കരുതലാവൽ കൂടാണ്ട് കഴിയൂല വഖ്ത് പുറപ്പെടുന്നതിന്റെ മുമ്പ്, ബിസമനിൻ ഒരു സമയം കൊണ്ട്, യസഉ ജമീഅ സ്വലാത്തി നിസ്കാരം മുഴുവത്തിനും വിശാലമാകുന്ന ഒരു സമയം കൊണ്ട് മുമ്പാകണം ഈ ജംഇനെ കരുതൽ. അത് കൂടാണ്ട് കഴിയൂല എന്നുള്ളതാണ് മുഅ്തമദ് എന്ന്
ഇമാം റംലി തങ്ങൾ പറയുന്നുണ്ട്. പൂർണ്ണമായിട്ടും നിർവഹിക്കാൻ വിശാലമായത് എന്ന് പറഞ്ഞാല് ഖസ്റിനെ കരുതാത്ത ഒരാളാണെങ്കിൽ പിന്നെ 4 റക്അത്തും നിസ്കരിക്കാൻ വിശാലമായ സമയം വേണം. മഖ്സൂറത്തൻ ഇൻ അറാദഹു, ഖസ്റാക്കി നിസ്കരിക്കാനാ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം ഉണ്ടായാൽ മതി, ആ സമയത്ത് കരുതാം. അപ്പൊ ളുഹറിന്റെ സമയത്ത് ഒരാൾ ളുഹറിനെ അസറിലേക്ക് ബന്ധിച്ച് ജമാക്കാൻ കരുതുമ്പോ ളുഹറിനെ ഖസ്റായി നിർവഹിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് അവനുള്ളതെങ്കിൽ, ആ ഉദ്ദേശമുള്ളവനാണെങ്കിൽ 2 റക്അത്ത് നിർവഹിക്കാൻ വിശാലമായ ഒരു സമയം വേണം എന്നാണ് റംലിമാൻ പറയുന്നത്. ഖസ്റാക്കാൻ ഉദ്ദേശമില്ലാത്ത ഒരാളാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കാൻ വിശാലമായ ഒരു സമയം വേണം, അപ്പൊ കരുതണം, അതല്ലെങ്കിൽ അതാ ആവൂല എന്നാണ് റംലിമാൻ പറയുന്നത്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് 1 റക്അത്ത് നിർവഹിക്കാനുള്ള സമയം ഉള്ളപ്പോൾ കരുതിയാൽ അവൻ അത് അതാ ആയിട്ട് നിർവഹിച്ചവനാകും. 1 റക്അത്തും ഇല്ലെങ്കിൽ അത് ഖളാ ആണ്. അതോടൊപ്പം 1 റക്അത്തിന് മാത്രം വിശാലമാകുന്ന അത്രയും സമയത്തേക്ക് ളുഹറിനെ പിന്തിച്ചു, ആ നിയ്യത്ത് ചെയ്യാൻ പിന്തിച്ചു എന്നുള്ള നിലക്ക് നിസ്കാരം അതാ ആയിട്ടുണ്ടെങ്കിലും അവൻ കുറ്റക്കാരനാവുകയും ചെയ്യും എന്നും ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു. വഫീമാ ഇദാ തറക്കൻ നിയ്യത മിൻ അസ്ലിഹ, ഒരാൾ നീയത്തിനെ ജംആക്കലിനെ പിന്തിച്ച് ജമാക്കുക എന്ന നീയത്തിനെ പാടെ ഒഴിവാക്കി, മുഴുവനായിട്ട് തീരെ ഒഴിവാക്കി. ഔനവ, അതല്ലെങ്കിൽ അവൻ പിന്തിച്ച് ജമാക്കലിനെ കരുതി എത്രത്തിൽ വഖദ് ബഖിയ മിനൽ വഖതി, 1-ാം നമസ്കാരത്തിന്റെ സമയത്തിൽ നിന്ന് അവശേഷിക്കുന്നു മാലാ യസഉ റക്അത്തൻ, 1 റക്അത്തിന് പോലും വിശാലത ഇല്ലാത്ത ഒരു സമയം അവശേഷിക്കുമ്പോഴാണ് അവൻ കരുതിയത് എങ്കിൽ തക്കൂനു ഖളാഅൻ, 1-ാം നമസ്കാരം ഖളാ ആയി. ലിമാ തഖററ അന്നൽ അസ്മ കൽ ഫിഅലി, അവൻ തീരുമാനിക്കൽ ഈ നമസ്കാരം വഖത്തിന്റെ അവസാനത്തിൽ ഖളാ ആകാത്ത രീതിയിൽ പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കും എന്നുള്ള തീരുമാനപ്രകാരം പിന്തിച്ചാൽ കൽ ഫിഅലി, ചെയ്തതുപോലെ തന്നെയാണ്. വബി അദമി റക്അത്തിൻ ഫിൽ വഖതി, വഖത്തിൽ 1 റക്അത്തും ഇല്ലാതിരിക്കൽ കൊണ്ട് തകൂനു ഖളാഅൻ, അത് ഖളാ ആകും. ഫകദാ ബി അദമിൽ അസ്മി ഖബില മാ ലാ യസഉ റക്അത്തൻ തകൂനു ഖളാഅൻ, പ്രകാരം തന്നെയാണ് 1 റക്അത്തിന് പോലും വിശാലതയില്ലാത്ത ഒരു സമയത്തിന്റെ മുമ്പ് അവൻ കരുതാതിരുന്നാലും അതും ഖളാ ആയിട്ട് തന്നെ വരിക. 2,400. വലോ തറക്കൻ ഹാദിഹി നിയ്യത ആമിദൻ ആലിമൻ, ഒരാൾ പിന്തിച്ച് ജമാക്കുക എന്ന ആ നിയ്യത്തിനെ മനഃപൂർവം കരുതി കൂട്ടി അറിഞ്ഞുകൊണ്ട്, അങ്ങനെ കരുതണം എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ ആസിമ, ഓൻ കുറ്റക്കാരനാണ്. സാറത്തിൽ ഫി വഖ്തി സാനിയത്തി, 2-ാം വഖത്തിൽ 1-ാം നമസ്കാരം നിർവഹിക്കുമ്പോൾ അത് ഖളാ ആണ്, ഖളാഅൻ. ഔ ജഹിലൻ, അതല്ലെങ്കിൽ വിവരമില്ല, ഇങ്ങനെ കരുതണം എന്ന കാര്യം അവനക്ക് അറിയില്ല. ഔ സഹ്വൻ, അല്ലെങ്കിൽ മറന്നു പോയാൽ ഖളാഉൻ, അപ്പൊ സംഗതി ഖളാ ആയി, പക്ഷെ ബിലാ ഇസ്മിൻ, ഓൻ കുറ്റക്കാരനാവുകയില്ല. ഇതാണ് അവിടുത്തെ ഹുക്കുമുള്ളത്. ബുശ്റൽ കരീം 1,141, അതേപോലെ ഷെർവാനി 2,400 കാണാം. ലൗ നസിയ നിയ്യത ഹത്താ ഖറജൽ വഖ്തു ലം യഅസി വകാന ജാമിഅൻ, ഒരാൾ നിയ്യത്തിനെ മറന്നു സമയം പുറപ്പെടുന്നത് വരെ, എന്നാൽ കുറ്റക്കാരനാവില്ല, അവൻ ജംആക്കിയവൻ തന്നെയാണ്. അന്നഹു മഅദൂറുൻ, ഓ മഅദൂറാണല്ലോ, അപ്പൊ കുറ്റക്കാരനാവൂല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ജംഅ് ബാത്തിലാകൂല എന്ന് ഇമാം ഗസാലി തങ്ങളായി പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയൂല, കാരണം നിയ്യത്തില്ലല്ലോ. അപ്പൊ ജംഅ് ബാത്തിലാണെങ്കിലും കുറ്റക്കാരനല്ല എന്ന് ഷെർവാനി 2,400 പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത് 1 റക്അത്ത് നമസ്കരിക്കാനുള്ള സമയമുള്ളപ്പോ ജംഇനെ കരുതിയാൽ അത് അതാ ആയിട്ട് തന്നെ പരിഗണിക്കും.
റംലി ഇമാമ് പറയുന്നത് കസ്റാക്കാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സമയം വേണം. കസ്റാക്കാതെ പൂർണ്ണമായി നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ 4 റക്അത്ത് നമസ്കരിക്കാനുള്ള സമയം വേണം. അപ്പൊ കരുതിയെങ്കിലേ അതാ ആയിട്ട് പരിഗണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇവിടെ വലായുസ്തർത്തു അൻ യസഅ തുഹ്റഹ മഅഹ, ഇതിന്റെ കൂടെ അതിന്റെ തുഹറിനും കൂടി വിശാലമായ സമയം വേണം എന്നുള്ളത് ഷർത്തില്ല. കാരണം ഇംകാനി തഖ്ദീമിഹി, ഈ തുഹറിനെ വുളു ആണെങ്കിലും കുളിയാണെങ്കിലും ആ തുഹറിനെ മുന്തിക്കൽ സൗകര്യമാണല്ലോ. സമയത്തിന് മുമ്പ് തന്നെ തുഹറ് പറ്റും. അപ്പൊ ആ നിലക്ക് തുഹറിനുള്ള സമയം കൂടി അവശേഷിക്കണം ഈ നിയ്യത്ത് ചെയ്യുമ്പോ എന്ന നിബന്ധന ഇല്ല എന്ന് ജമല് 1/613 പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം ഷർവാനിയിലും കാണാൻ കഴിയും. ഒന്നാമത്തെ നിബന്ധന പറഞ്ഞു കൊടുത്ത് 2 നമസ്കാരവും പൂർണ്ണമാവുന്നത് വരെ അവൻ യാത്രയിലായിരിക്കണം, ആ യാത്ര അത്രയും സമയം നിലനിൽക്കണം എന്ന് പറഞ്ഞല്ലോ. ഇനി അങ്ങനെ 2ാമത്തെ നമസ്കാരവും പൂർണ്ണമാവുന്നത് വരെ യാത്ര നിലനിന്നില്ല. ഓൻ അസറിന്റെ സമയമായപ്പോ അസറിന്റെ സമയത്ത് അസർ ളുഹറും കൂടി നമസ്കരിക്കുന്നതിന് മുമ്പ് യാത്ര അവസാനിച്ചു. എന്നാലും ആ വിഷയം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ളുഹറാണെങ്കിൽ അസറിലേക്ക് ബിന്ദു ജമാക്കിയ ഘട്ടത്തിൽ അസറിന്റെ സമയത്ത് ഓൻ യാത്ര അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ളുഹർ പേരിൽ ഖളാ ആണെങ്കിലും കുറ്റക്കാരൻ അല്ല എന്ന വിഷയം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ചിന്തിച്ച് ജംആക്കിയെടുത്ത് അവിടെ ഇങ്ങനെ വൈദാ അഖറൽ ഊല ഇലാ വഖത്തി സാനിയത്ത്, 1ാം നമസ്കാരത്തിനെ 2ാം നമസ്കാരത്തിന്റെ സമയത്തിലേക്ക് ഒരാൾ പിന്തിച്ചാൽ ലം യജിബു തർത്തീബു, അവിടെ വഴിക്കുവഴി നിർവഹിക്കണം എന്ന് നിർബന്ധമില്ല. ആദ്യം ളുഹർ പിന്നെ അസർ എന്ന ക്രമത്തിൽ വേണമെന്നില്ല. വലൽ മുവാലാത്തു, തുടർച്ചയും ഷർത്തില്ല. ളുഹർ നിസ്കരിച്ചു ഉടൻ തന്നെ അസർ നിസ്കരിക്കുക എന്നത് പിന്തിച്ച് ജമാക്കുന്നിടത്തില്ല. മുന്തിച്ച് ജമാക്കുകയാണെങ്കിൽ അവിടെ മുവാലാത്തും തർത്തീബും വേണം എന്നാണ്. ആ നിബന്ധന ഇവിടെ ഇല്ല. മുവാലാത്ത് എന്ന് പറഞ്ഞാല് 1ാം നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് ചുരുങ്ങിയ രീതിയിൽ സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ സമയം വരുന്നതിന്റെ മുമ്പായിട്ട് തന്നെ 2ാമത്തെ നിർവഹിക്കണം എന്നുള്ളതാണ്. ആ മുവാലാത്ത് ഇവിടെ പിന്തിച്ച് ജമാക്കുന്നിടത്തില്ല. അതുപോലെ ആദ്യം ളുഹർ പിന്നെ അസർ എന്ന തർത്തീബും നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ സുന്നത്തുണ്ട്. വലാ നിയ്യത്തുൽ ജംഇ ഫിൽ ഊല, 1ാമത്തെ നമസ്കാരം നിർവഹിക്കുമ്പോൾ അതിൽ ജംഇനെ കരുതേണ്ടതും ഇല്ല. കമാ അന്നഹ ലാ തജിബു ഫി സാനിയത്തി, 2ാം നമസ്കാരത്തിലും ആ ജംഇനെ കരുത നിർബന്ധമില്ല. അല സഹീഹ് ലിഅന്നൽ വഖ്ത ഉനാലി സാനിയത്തി, വഖ്ത് ഇവിടെ 2ാം നമസ്കാരത്തിൻ്റെതാണ്. അസറിലേക്ക് പിന്തിച്ച് ജമാക്കുമ്പോൾ സമയം അസറിൻ്റെതാണ്. വൽ ഊല, ളുഹർ എന്ന് പറയുന്നത് ഉദാഹരണമായി ഹിയ താബിഅത്തു, അത് ഈ 2ാം നമസ്കാരത്തിനോട് പിന്തുടർന്നു വരുന്നതാണ്. ഫലം യഹ്തജ് ലി ശൈഇൻ മിൻ തിൽക സലാസത്തി, ഈ 3 നിയ്യത്തുകളിൽ നിന്ന് ഒന്നിലേക്കും അതുകൊണ്ട് തന്നെ അത് ആവശ്യമാവുകയില്ല. ലി അന്നഹ ഇന്നമ ഉതിബിറത്ത് സമ്മ, മുന്തിച്ച് ജമാക്കുന്നിടത്ത് അവയെ പരിഗണിക്കപ്പെട്ടതിൽ തഹഖുഖു തബഇയ്യത്തി, ഈ പിന്തുടരൽ എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ലി തതഹഖഖ തബഇയ്യത്തു ലി അദമി സലാഹിയ്യത്തിൽ വഖ്തി ലിസാനിയത്തി, ആ സമയം 2ാം നമസ്കാരത്തിന്, ഉദാഹരണം ളുഹറാണെങ്കിൽ ളുഹറിന്റെ സമയം അസറിന് പറ്റിയതല്ല എന്നതുകൊണ്ട് തന്നെ ഈ തബഇയ്യത്ത് തുടര എന്നുള്ളത് ഒന്ന് ഉറപ്പാകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ പറയപ്പെട്ട 3 കാര്യങ്ങളും പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നഅം തുസന്നു ഹാദിഹി സലാസത്തു ഹുന, ഈ 3 നിയ്യത്തുകളും ഇവിടെ സുന്നത്തുണ്ട് താനും. തുഹ്ഫ 2/398 399. ഇബാറത്തുൽ മുഗ്നി അമ്മ അദമു തർത്തീബി, അപ്പൊ തർത്തീബ് വേണ്ട എന്ന് പറയാൻ കാരണം ഫലി അന്നൽ വഖ്ത ലിസാനിയത്തി, സമയം 2ാമത്തെ നമസ്കാരത്തിൻ്റെതാണല്ലോ. ഫലാ തുജ്അലു താബിഅത്തൻ, അപ്പൊ 1ാമത്തതിനെ
രണ്ടാമത്തതിനോട് താബിഅത്ത് ആക്കൂല. മാത്രമല്ല അമ്മ അദമുൽ മുവാലാത്ത്, ഇവിടെ മുവാലാത്ത് വേണ്ട എന്ന് പറയാനുള്ള കാരണം ഫലി അന്നൽ ഊല ബി ഖുറൂജി വഖ്തിഹിൽ അസ്ലി, ഒന്നാം നമസ്കാരം അതിന്റെ യഥാർത്ഥ സമയം പുറപ്പെടൽ കൊണ്ട് കത് അഷ്ബഹത്തിൽ ഫായിത്തത്ത, അത് ഫൗത്തായ നമസ്കാരത്തിനോട് സദൃശ്യമായി. ബി ദലീലി അദമിൽ അദാനില, ഒന്നാം നമസ്കാരത്തിന് ബാങ്ക് വേണ്ട എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ വൈലം തങ്ങും ഫായിത്തത്തൻ, യഥാർത്ഥത്തിൽ ഫൗത്തല്ല, പക്ഷെ ഫൗത്തായ നമസ്കാരത്തിനോട് തുല്യമായിട്ടുണ്ട്, സദൃശ്യമായിട്ടുണ്ട്. വയംബനി അല അദമി ഉജൂബിൽ മുവാലാത്തി അദമ ഉജൂബി നിയത്തിൽ ജംഇ, മുവാലാത്ത് ഉജൂബില്ല എന്നതിന്റെ മേൽ എടുക്കും ഈ ജംഇനെ കരുതൽ നിർബന്ധമില്ല എന്നുള്ള കാര്യം. മുവാലാത്ത് നിർബന്ധമില്ലല്ലോ, അപ്പൊ അവിടെ ജമ്മും നിർബന്ധമില്ല എന്ന് അതുകൊണ്ട് വരും. ഷെർവാനി 2399.